ആ ദാസേട്ടാ, ഞാൻ കട വരെ വന്നിരുന്നു യാത്ര പറയാൻ. പോവാ, നിങ്ങൾ ടൗണിലേക്ക് പോയി എന്ന് പറഞ്ഞു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പരിപാടി? ഇനി റിസൾട്ട് വരുന്നവരെ നാട്ടിൽ തന്നെയാണ് ദാസേട്ടാ. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നോക്കണം. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ദാസേട്ടനും കച്ചവടമൊക്കെ കുറവായിരിക്കുമല്ലേ? ആ, കോളേജ് തുറക്കുന്നവരെ ഇനി വലിയ ഇടപാടൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ദാസേട്ടാ. പൈസ ഒന്നും ഇല്ലാത്തപ്പോഴും ഒരുപാട് ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നേന്. ഓ, അതിനൊക്കെ എന്ത് നന്ദി പറയാനാ. ഉമ്മച്ചി ഉണ്ടായിരുന്നപ്പം വെച്ച് തന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു ദാസേട്ടൻ്റെ ഫുഡിനും. അതിൻ്റെയും കൂടെ കേട് തീർക്കാൻ അങ്ങ് ഹോസ്റ്റലിലെ ഫുഡ് മതിയായിരുന്നു. ഇന്നലെ ഇറങ്ങിയപ്പോൾ രണ്ടെണ്ണം പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഓ, അതൊന്നും വേണ്ടായിരുന്നു. അവരത് കോൺട്രാക്ട് എടുക്കുന്നതല്ലേ, അവർക്ക് അത്രയൊക്കെ തരാൻ പറ്റും. ഞാനിവിടെ നിന്ന് ഇറങ്ങിയ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് ദാസേട്ടനെയും ദാസേട്ടൻ്റെ ഫുഡും ആയിരിക്കും. അതിനിപ്പോ വീട്ടിലേക്കല്ലേ പോകുന്നത്? അവിടെ ഉമ്മച്ചി നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി തരില്ലേ? ഇല്ല ദാസേട്ടാ, ഇനി അതൊന്നും കിട്ടില്ല. അതെന്തു പറ്റി? ഉമ്മച്ചി പോയി ഇപ്പോൾ 1 വർഷമായി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ വിട് ദാസേട്ടാ. അല്ല ദാസേട്ടാ, ഹോസ്റ്റലിൽ മെസ്സ് നിങ്ങൾക്ക് എടുത്ത് നടത്തിക്കൂടെ? ഓ, എനിക്കതൊന്നും ശരിയാവില്ല. മുമ്പ് അച്ഛനുണ്ടായിരുന്നപ്പം കുറേ കാലം എടുത്ത് നടത്തിയതാ. പിന്നീട് അത് നിർത്തി. ഓ, അപ്പോൾ അച്ഛനും മെസ്സ് നടത്തിപ്പ് തന്നെയായിരുന്നോ? അച്ഛന് ചായക്കച്ചവടം തന്നെ ആയിരുന്നു. ചായക്കച്ചവടം എന്ന് പറഞ്ഞാൽ സൈക്കിളിൽ കൊണ്ട് നടന്ന് സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ കൊണ്ടു കൊടുക്കും. ഞാനിവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും അച്ഛനിങ്ങനെ സൈക്കിളിൽ ചായയുമായി വരുമായിരുന്നു. വൈകുന്നേരം 3 മണിയായ കുമാരേട്ടൻ്റെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ല, നീ ഇപ്പം ആരോ കാത്തിരിക്കുകയാണെന്ന് തോന്നല്ലോ. അതൊരു ഫ്രണ്ട് വരാനുണ്ട്. നിന്റെ കൂടെ നാട്ടിലേക്ക് വരാനുള്ളതാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും 2 നാട്ടിലേക്കാണ്. ഓ, അപ്പോൾ യാത്ര പറഞ്ഞ് പിരിയാനാവും. ആ അതെ. അതൊക്കെ അവിടെ വെച്ച് തന്നെ ആയിക്കൂടായിരുന്നോ? അതോ അവിടെ വെച്ച് പറയാൻ പറ്റാത്ത ആരെങ്കിലും ആണോ? ആ അതെ. കോളേജ് കഴിഞ്ഞുള്ള ഈ യാത്രയപ്പും യാത്ര പറച്ചിലും ഒക്കെ വല്ലാത്തൊരു സംഭവമാണ്. ചില കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ പിരിയാനേ പറ്റില്ലെന്ന് തോന്നുന്നു. 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, പിന്നെ അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. എന്നാ വേറെ ചിലരുണ്ട്, അവർക്ക് ഇത്തരം പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാളുടെ ഹൃദയം മുറിഞ്ഞ് ചോര പൊടിയുന്നത് മറ്റേയാൾക്ക് കാണാനാവും. അതിപ്പോൾ പ്രണയം തന്നെ ആവണമെന്നില്ല. ചില സൗഹൃദങ്ങളും അങ്ങനെയാണ്. ഇതൊന്നും കോളേജ് മുമ്പിൽ ചായക്കട നടത്തുന്ന ദാസേട്ടൻ്റെ ഫിലോസഫി അല്ല, വർഷങ്ങളായി കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ്. ഇതിലൊന്നും പെടാത്ത ഒന്നുണ്ട് ദാസേട്ടാ. ഒരാളുടെ ഹൃദയം മുറിഞ്ഞ് ചോര പൊടിയുന്നത് മറ്റേയാൾ അറിയാത്ത ഒരു സങ്കടം. അയ്യോ, ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ല. എൻ്റെ ഒട്ടുക്കത്തെ മറവി. വണ്ടിക്കൂലി മാത്രമേ കാശ് കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം ഗൂഗിളല്ലേ. ഞാനത് പോയി എടുത്തിട്ട് വരട്ടെ. നിനക്ക് ഞാൻ കൊണ്ടുവിടാം. വേണ്ട മോനെ, അപ്പോഴേക്കും നീ കാത്തിരിക്കുന്ന ആള് നിന്നെ കാണാണ്ട് മടങ്ങിയാലോ. ഇത് ഞാൻ പോയി എടുത്തോളാം, എന്നിട്ട് ഉച്ച കഴിഞ്ഞെങ്ങാനും പോയിക്കോളാം. ദാസേട്ടാ, ഇനി എപ്പോഴേലും വരുമ്പോൾ കാണാം. നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ ആരും വന്നില്ലേ? ഞാൻ തന്നോടല്ലാണ്ട് വേറെ ആരോടും ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞില്ല. അതെന്താ ഇന്ന് അങ്ങനെ? ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, തന്നെ തനിച്ചൊന്ന് കാണണം തോന്നി. അതെന്തായാലും നന്നായി. അല്ല, ഇനി എപ്പോഴാ നാട്ടിലേക്ക്? നാട്ടിലേക്ക് നേരെ പോവാ. ഓ, അപ്പൊ സാധനങ്ങളോ? സാധനങ്ങളൊക്കെ അൻവറിനെ ഏൽപ്പിച്ചു. തൻ്റെയോ? അത്യാവശ്യം ഡ്രസ്സ് മാത്രം എടുത്തു, ബാക്കിയൊക്കെ പിന്നെ എടുക്കാന്നേ. അല്ല, ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് പോവാൻ തോന്നില്ല എന്ന് പറഞ്ഞിട്ട്? വീട്ടിലേക്കാണെന്ന് ആരാ പറഞ്ഞേ? പിന്നെ വീടിനടുത്ത് ഫ്രണ്ടിൻ്റെ ഒരു ഫാം ഉണ്ട്, അവിടെ അടുത്തൊരു വീടും ഉണ്ട്. റിസൾട്ടൊക്കെ വരുന്നവരെ കുറച്ചാൾ അവിടെ കൂടണം. അല്ലാതെ ഉമ്മച്ചി ഇല്ലാത്ത വീട്ടിലേക്ക് അത് ഓർക്കാൻ കൂടെ വയ്യ. മുൻപ് ഞാൻ ചെല്ലുന്നത് നോക്കി ഉമ്മച്ചി പടിവാതിക്കൽ തന്നെ ഉണ്ടാവും. കാണുമ്പോഴേ പറയുന്ന ഒരു സ്ഥിരം പല്ലവി, നിനക്ക് അവിടെ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലായിരുന്നു, നീ ആ കോലം കിട്ടുമല്ലോ. ഇപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇരുട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ, ഒന്നും കാണാനാവാതെ കൊടുങ്കാട്ടിൽ ദിക്കറിയാതെ പെട്ടുപോണ അവസ്ഥ. ഏയ്, എല്ലാം പതുക്കെ ശരിയാവുന്നേ. ഇല്ലടോ, ഇനി അതൊന്നും ശരിയാവില്ല.
ഉമ്മച്ചിക്ക് പകരമാകാൻ ആർക്കും പറ്റത്തില്ല. ചെറുപ്പം തൊട്ടേ ഉമ്മച്ചിയായിരുന്നു എനിക്കെല്ലാം. എനിക്ക് എന്തിനും ഏതിനും ഉമ്മച്ചി ഇല്ലാണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഓർക്കപ്പുറത്ത് ഒരു യാത്ര പോലും പറയാണ്ട്. ഏയ് സാരമില്ലാന്നേ, സങ്കടപ്പെടാതിരിക്കെ. അതൊക്കെ പോട്ടെ, എന്താ തൻ്റെ പ്ലാൻ? എനിക്കെന്ത് പ്ലാൻ? ക്ലാസ്സും പരീക്ഷയും കഴിഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോണം. അവരേതോ ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. എക്സാം കഴിയട്ടെ, ക്ലാസ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാൾ ഞാൻ പിടിച്ചു വന്നു. ഇനി ഞാൻ എങ്ങനെ പിടിച്ചു വെക്കുന്ന എനിക്കറിയില്ല. എനിക്കാണ് കുറച്ച് കേട്ടാ തന്നെ കളിപ്പാ. അതെന്താ അത്ര ബോറാണോ അവൻ? എന്ന് വെച്ചാ എനിക്കെന്തോ തീരെ പിടിക്കുന്നില്ല. നമുക്കൊരാളോട് ഫ്രണ്ട് ആവണേ വരെ ഒരടുപ്പം വേണം. അപ്പം ലൈഫ് പാർട്ട്ണർ ആവണമെങ്കിലോ അതിനേക്കാളും കൂടുതൽ അടുപ്പം വേണ്ടേ? ഇതൊരു മാതിരി. അതിപ്പോ നമുക്കടുപ്പം തോന്നുന്ന ആൾക്ക് തിരിച്ചും തോന്നണമെന്നില്ലല്ലോ. അതും ശരിയാ. നമ്മുടെ ഇഷ്ടം അവർ തിരിച്ചറിയണമെന്നില്ലല്ലോ. അതിപ്പോ ഒരേ വേവ് ഉള്ളവരാണെങ്കിൽ എന്തായാലും അറിയേണ്ടി വരൂല. എന്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? തൻ്റെ ഈ കണ്ണുകൾക്ക് നല്ല ഭംഗിയുണ്ട്. ആഹാ, ഇത് ആദ്യമായിട്ടാണോ കാണുന്നേ? അല്ല, തന്നെ കണ്ടത് മുതലാ. പക്ഷെ ഇപ്പോഴാ പറയാൻ പറ്റിയ. പറയാനുള്ളത് പിന്നേക്ക് വെക്കരുത്. എല്ലാവർക്കും എല്ലാ കാര്യവും അങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റിക്കോണമെന്നില്ലല്ലോ. ഹാ, എന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാ. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് മാറ്റി വെക്കും. അതിന് നേരവും കാലവും നോക്കി വരുമ്പോഴത്തേക്കും അവിടെ വേറെ ആരും കയറി ഗോളടിക്കും. എത്ര പെട്ടെന്നാ വർഷങ്ങൾ പോയത്. നമ്മൾ ആദ്യം എപ്പോഴാ കണ്ടെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ അത് മറക്കാൻ പറ്റുമോ? ഫ്രഷസ് ഡേക്ക് സീനിയേഴ്സ് എന്നെ നിർത്തിപ്പിടിച്ചപ്പം എന്റെ രക്ഷകനായി വന്നതല്ലേ. പക്ഷേ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാ. അതെ, സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ എപ്പോഴോ. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇവിടെ ഇങ്ങനെ. അല്ല, ഇനി നമ്മൾ തമ്മിൽ കാണുമോ? ആവോ. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലും വെച്ച് കാണുമായിരിക്കും. ഈ വേർപിരിയലെന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്തൊരു സംഭവമല്ലേ. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണ് നിറയും. അതിപ്പോൾ കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്നവരായാലും കാണുമ്പോൾ വെറുതെ ഒന്ന് ചിരിച്ച് കടന്നു പോയ കൂട്ടുകാരായാലും. അതുകൊണ്ട് ഞാൻ അധികം ആരോടും യാത്ര പറയാൻ നിന്നില്ല. ഞാനും എല്ലാവരുടെ അടുത്തും വിളിക്കാം മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷേ കുറച്ച് കഴിയുമ്പം അതൊക്കെ എല്ലാവരും മറക്കില്ലേ? അങ്ങനെ എല്ലാം മറക്കാൻ പറ്റുമോ? ചിലതൊക്കെ ബാക്കിയാവില്ലേ? ഹാവോ, അറിയില്ല. പറയാതെ പോയ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഒരു വേദനയായിട്ട് കിടക്കില്ലേ? പറയാതെ പോയതോ അതോ അറിയാതെ പോയതോ? പറയാതെ അറിയോ? ചിലതൊക്കെ അറിയില്ലേ? ആ, എന്തോ എനിക്കും അറിയില്ല. ഇത് പിന്നെ അല്ലേ വേണ്ട. എന്താ പറയാൻ വന്നേ? ഏയ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് പിരിഞ്ഞാലോ? നാട്ടിലേക്ക് 6-7 മണിക്കൂർ യാത്രയുണ്ട്. ഹാ, പിരിയാം. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം. ഏയ് വേണ്ട, ഇപ്പൊ ബസ് വരില്ലേ? കാണാം, എപ്പോഴേലും വിളിക്ക്. ആവട്ടെ. എന്നാൽ ഇടയ്ക്കൊക്കെ വിളിക്കാം. പിന്നെ വീട്ടുകാരോട് തനിക്കും കൂടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ പറയണം. വീട്ടുകാരല്ലല്ലോ, താനല്ലേ അവരോട് ഒരുമിച്ച് ജീവിക്കണ്ടേ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളെ കിട്ടിയില്ലെങ്കിലോ? എങ്ങനെ? അല്ല, അത് അവർക്കും കൂടി തോന്നണ്ടേ? അല്ല, പിക്ക് ചെയ്യാൻ ആരും വരൂ? ഏയ് ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ പോവാറ്. ഓ, ആൾക്കൂട്ടത്തിൽ തനിച്ച്. എന്നാ ഞാൻ പോക്കോട്ടെ. ആ, എന്തായാലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. എനിക്ക് തോന്നിയായിരിക്കൂലേ.
സുറുമി, നീ എന്താ ഇവിടെ? നിന്റെ കൂട്ടുകാരികളൊക്കെ പോയല്ലോ. ഞാൻ നാട്ടിലേക്ക്. നീ കോളേജ് വിട്ട് നേരെ ടൗണിലേക്കാണല്ലോ പോവാറ്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. CS-ലെ ഇന്ദുലേക്ക് വരുന്നുണ്ട്. അവൾ എന്നെ ടൗണിലേക്ക് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് ഇന്നലെ തന്നെ നാട്ടിലേക്ക് പോകുന്നതാണല്ലോ എന്നോട് പറഞ്ഞത്. ഇല്ല, അവള് പോയിട്ടില്ല. അവൾക്ക് ഇവിടെ എന്തോ ചാർജർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ടൗണിലേക്ക് വിടണോ? ഏയ് വേണ്ട, ഇനി എന്താ പരിപാടി? നാട്ടിൽ പോണം. അതല്ല ചോദിച്ചത്. ഡിഗ്രി കഴിഞ്ഞില്ലേ, ഇനി എന്താ പരിപാടി എന്നാ ചോദിച്ചത്. ഇത് റിസൾട്ട് വരട്ടെ, എന്നിട്ട് നോക്കാലോ. PGക്ക് പോകുന്നുണ്ടോ? ആദ്യം റിസൾട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കിയാ പോരെ. ഞാനെന്തായാലും പോകുന്നില്ല. ആദ്യം എന്തെങ്കിലും പണി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സിനിമയിൽ കയറി പറ്റണം. വളരെ നല്ല കാര്യം. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അതിനൊന്നും താല്പര്യമില്ല. അത് നോക്കണ്ട, നിങ്ങൾ നല്ലൊരു കലാകാരനല്ലേ, ശ്രമിച്ചാ ഉയരങ്ങളിലെത്താൻ പറ്റുമല്ലോ. എല്ലാരും അത് തന്നെയാ പറയുന്നത്. എല്ലാവരും നിന്നെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അന്ന് ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ അതൊക്കെ തിരുത്തി പറയും. അതെ, അതുവരെ കാത്തിരിക്കുക തന്നെ. നീ കേറ്, നിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. ഏയ് വേണ്ട, അവളിപ്പോ വരുന്നേ. അവള് വരുമ്പോ വരട്ടെ, നീ വാ. ഏയ് വേണ്ട. ഇനി എപ്പോഴാ കാണാ? അറിയില്ല, എവിടെയെങ്കിലും വെച്ച് കാണാന്നേ. നീ വലിയ കലാകാരനാവുമ്പം അവിടെ എവിടെയും വെച്ച് കാണാം. കലാരംഗത്ത് നിനക്കൊന്ന് ശ്രമിച്ചു നോക്കാട്ടോ. ഓ, നമ്മക്കെന്ത് കല. അങ്ങനെയൊന്നും തള്ളിക്കളയണ്ട. ഞാനൊരു നിലയിലെത്തിയാൽ നിങ്ങളൊക്കെ എന്തായാലും കൈ പിടിച്ച് കയറ്റും. ഓ, ഇത് നമ്മുടെ ജ്യോതികയാ. ഞാൻ അവൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ വിളിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ. അത് താനിപ്പോൾ കെട്ടാണ്ട് വീട്ടിലോട്ട് ചെന്നാൽ വീട്ടുകാർ തന്നെ പിടിച്ച് കെട്ടിക്കും. അതേസമയം താൻ കെട്ടിയിട്ട വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ അവരെങ്ങനെ തന്നെ പിടിച്ച് കെട്ടിക്കും? എങ്ങനെ? അപ്പം മനസ്സിലായില്ല. ഇല്ല. എന്നാ പിന്നെ നീ വണ്ടിയിലേക്ക് കയറി. എങ്ങോട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിൽ നിനക്കും കൂടെ ഒരു പണി ശരിയാക്കിയിട്ടുണ്ട്, അങ്ങോട്ട്. അയ്യടാ, കളിയല്ല, കാര്യമായിട്ട് പറഞ്ഞാ. ഇതിപ്പം അങ്ങനെ തോന്നാൻ? അല്ല, നമ്മൾ ഒരേ വേവ് ലെങ്ത് ഉള്ളവരൊക്കെ ആവുമ്പോൾ കൂടെ കൂട്ടിക്കോളാൻ മനസ്സ് പറഞ്ഞു. എന്ന് വെച്ചാ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. എന്താ ഇപ്പൊ പെട്ടെന്നൊരിഷ്ടം? അല്ല, അങ്ങനെ പെട്ടെന്നൊന്നുമല്ല. ഇഷ്ടമാണെന്ന് പറയാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാനത് പറഞ്ഞില്ലേ പിന്നെ താനാ വഴിക്കങ്ങ് പോയാലോ. പിന്നെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, താൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞില്ല. എങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഭയന്ന് തന്നെ ഇത്രയും കാലം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടൊന്നും പറയാണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ നിന്റെ ഭാവവും സംസാരമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ കുറേ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടി. സാരമില്ല, ചില സ്വപ്നങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മളെ വല്ലാതെ മോഹിപ്പിക്കും, പിന്നെ അതിലേറെ സങ്കടപ്പെടുത്തും. ചില ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, ആരോടും പറയാതെ, ആരും അറിയാതെ. അല്ല, ഈ പോയ ബസ്സിലൊന്നും എന്താ കയറാണ്ടിരുന്നേ? എനിക്കറിയാമായിരുന്നു. എന്ത്? ഈ വണ്ടി ഇപ്പൊ തന്നെ തിരിച്ചു വരുന്നു. ഓഹോ, അതെങ്ങനെ അറിയാം? അത് പിന്നെ നമ്മൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് അല്ലേ? ആണോ? പിന്നല്ലാതെ. അതുകൊണ്ട് ആ കണ്ട സ്വപ്നങ്ങളൊന്നും വെറുതെ ആവില്ല. എന്നുവെച്ചാ? അതുകൊണ്ടേ എന്റെ മുൻ സമയം കളയാതെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരെയൊക്കെ കൂട്ടി എന്റെ വീട്ടിലേക്ക് വന്നാ ചിലപ്പോൾ ഞാനും പോരും. നേരത്തെ പറഞ്ഞ ആ ഫാമിലി ജോലിക്ക്. എടി മോളെ, അങ്ങനെയാണ് ഞാൻ സമയം കളയുന്നില്ല. നേരെ നാട്ടിലേക്ക് പോട്ടെ. നിക്ക്, ഞാനും വരുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെ നാട്ടിലേക്കോ? ഈയടാ, നാട്ടിലേക്ക് എന്നെ ആ ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. അല്ല, താനല്ലേ പറഞ്ഞു ഇവിടുന്ന് നേരെ ബസ് കിട്ടും? ഇത് നേരത്തെ അല്ലേ? ബസ് സ്റ്റാൻഡിൽ നിന്ന് കേറിയാ സീറ്റ് കിട്ടും. എന്നാ കേറിക്കോ. അതാവുമ്പോ ബസ്സിന്റെ സൈഡ് സീറ്റിലേക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അടിപൊളി.
അല്ല, എനിക്കിപ്പോ ഇനി എൻ്റെ സ്വപ്നങ്ങളുടെ ബാക്കി കാണാലോ. എന്റെ മോൻ തനിച്ചിരുന്ന് സ്വപ്നം കണ്ട. പിന്നെ ഇനിയുള്ള സ്വപ്നങ്ങളെ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഓ ആവട്ടെ, എന്നാ പിടിച്ചിരുന്നു. പേടിയുണ്ടോ? അങ്ങനെ ഇപ്പൊ പറക്കണ്ട, മെല്ലെ പോയാ മതി.